ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 25 തിങ്കളാഴ്ച ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത വസന്ത പൂർണിമയാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജയന്തിയാണ്, അതുപോലെ തന്നെ മഹാലക്ഷ്മി ജയന്തിയുമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ഒരു വീഡിയോയും കൂടെ ഇടുന്നുണ്ട്. എന്താണ്, ചില പ്രത്യേകതകളും കൂടെ പറയാനുണ്ട് എന്ന്. അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം, മറ്റൊരു ഉത്സവമാണ് പൈങ്കുനി ഉത്രം ഉത്സവം. തമിഴ് ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഉത്തരേന്ത്യൻ കലണ്ടറിൽ ഉത്തരേന്ത്യയിൽ ഫാൽഗുനി നക്ഷത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. തമിഴ് കലണ്ടറിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ് പൈങ്കുനി. എന്നാൽ മറ്റ് സൗര കലണ്ടറുകളിൽ പൈങ്കുനി മാസം മീനമാസമാണ്. ഈ ദിവസം നക്ഷത്രം ഉത്രം പൗർണമിയുമായി ഒത്തുചേരുന്നു. മിക്ക ദൈവിക വിവാഹങ്ങളും നടന്നത് ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും വിവാഹം നടന്നത് ഈ ദിവസമാണെന്ന് പറയുന്നു. അതുപോലെ വേലായുധ സ്വാമിയുടെ വിവാഹം നടന്നതും ഈ ദിവസമാണെന്ന് പറയുന്നു. സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും വിവാഹം നടന്നതും പൈങ്കുനി ഉത്രം നാളിലാണ്. ഈ ദിവസം വേലായുധ സ്വാമിയുടെ വിവാഹ ദിവസമായതിനാൽ സുബ്രഹ്മണ്യ ഭക്തർക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ ദിവസം എല്ലാ മുരുകക്ഷേത്രങ്ങളിലും 100 കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ടും ആചരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇത് അറിയില്ല പലർക്കും. അതുപോലെ തന്നെ ഗൗരിയുടെ രൂപത്തിൽ പാർവതീദേവി കാഞ്ചീപുരത്ത് വെച്ച് ശിവനെ വിവാഹം കഴിച്ചുവെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം കാരണം ഈ ദിവസം ഗൗരി കല്യാണ ദിവസമായിട്ടും ആചരിക്കുന്നു. അതുപോലെ തന്നെ ഇത് മഹാലക്ഷ്മി ജയന്തിയുമാണ്. അപ്പോൾ ദിവസങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ദിവസം മഹാലക്ഷ്മി ജയന്തിയാണ്. കാരണം ഈ ദിവസമാണ് ക്ഷീരസമുദ്രത്തിൽ നിന്നും മഹാലക്ഷ്മി ഭൂമിയിൽ അവതരിച്ചത്. ഈ ദിവസം അയ്യപ്പൻ ജയന്തിയുമായും ആഘോഷിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപമായ മോഹിനിയുടെയും ശിവൻ്റെയും സംയോഗം മൂലമാണ് അയ്യപ്പസ്വാമി ജനിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്രീരാമസ്വാമിയും സീതാദേവിയുടെയും വിവാഹം നടന്നത് ഈ ദിവസമാണ്. വേലായുധ സ്വാമിയുടെ വിവാഹം നടന്നത് ഈ ദിവസമാണ്. മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും വിവാഹം നടന്നത് ഈ ദിവസമാണ്. അതുകൊണ്ട് ഇതിനെ ഗൗരി കല്യാണ ദിവസമെന്നാണ് പറയുന്നത്. പാർവതീദേവി ഗൗരി രൂപത്തിൽ കാഞ്ചീപുരത്ത് വെച്ച് ഭഗവാനെ വിവാഹം കഴിച്ചുവെന്ന് പറയുന്നു. അതുപോലെ വസന്ത പൂർണിമ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജയന്തി, മഹാലക്ഷ്മി ജയന്തി, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അപ്പോൾ വിഷ്ണു ഭക്തർക്ക് ഭഗവാനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കാം. ശിവഭക്തർക്ക് മഹാദേവനെയും ശ്രീപാർവതിയെയും പ്രാർത്ഥിക്കാം. ഇനി മുരുക ഭക്തർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം. അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പനെ പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശ്രീരാമനെയും സീതാദേവിയെയും പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവർക്കും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഈ ദേവന്മാരെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാമങ്ങളിൽ നമ്മൾ സന്ധ്യാസമയത്ത് നാമം ചൊല്ലുമ്പോൾ ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിന് വേണ്ടി, മഹാലക്ഷ്മിക്ക് വേണ്ടി, അവരുടെ ഐശ്വര്യം അവരിൽ നിന്നും നമുക്ക് ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക, സകല ദോഷങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഗ്രഹപ്പിഴ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. മഹാദേവനെയും ശ്രീപാർവതിയെയും പ്രാർത്ഥിക്കുക. നമുക്കിതെല്ലാ നാമങ്ങളും അറിയാം. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ പറ്റുന്നെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ഇവരെല്ലാവരും കാണും. അപ്പോൾ അതിനൊക്കെ പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തി, അല്ലെങ്കിൽ 1 രൂപ നാണയമെങ്കിലും കാണിക്കയിട്ട് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പ്രത്യേകതകൾ മനസ്സിലാക്കി വെച്ച് പരമാവധി സമയം പ്രാർത്ഥിക്കുക. വ്രതത്തിലിരിക്കാൻ പറ്റുന്നെങ്കിൽ ഇരിക്കുക. അതായത് ശുദ്ധാഹാരത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ഉണ്ടാക്കി ഭഗവാന് നമ്മൾ നൈവേദ്യമായിട്ടൊരു പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യം വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഈ ദിവസമാണ് മിക്ക ദൈവീക വിവാഹങ്ങളും നടന്നതെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ ദിവസമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ പ്രാർത്ഥിക്കുക. ഈ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.